ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗണാനാം ത്വാ ഗണപതിഗും ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആന ശൃണ്വന്നോതിഭിः सीदसादनं प्रणो देवी सरस्वती वाजे भर्वाजिनीवती धीनामवित्रयवधू. गणेशाय नमः. सरस्वत्यै नमः. श्रीगुरुभ्यो नमः. हरिः ഓം. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ ശാന്തി മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. എന്തിനാ ഒരു ശാന്തി പറഞ്ഞാൽ പോരെ, മൂന്ന് ശാന്തി എന്തിനാ പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ശാന്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ശാന്തിയാണ്. ഉള്ളിൽ ശാന്തി ഇല്ലെങ്കിൽ നമുക്ക് പുറത്തും ശാന്തി ദർശിക്കാൻ കഴിയില്ല. അപ്പോൾ ഉള്ളിലെ ശാന്തി നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ രണ്ടാമത്തെ ശാന്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആധ്യാത്മികം എന്ന് പറയും. സ്വന്തമായിട്ട് ഉള്ള ശാന്തി. അത് കഴിഞ്ഞ് ആദി ഭൗതികം, അതായത് നമ്മുടെ ഭൗതിക വസ്തുക്കളിൽ നിന്ന് നമുക്ക് ശാന്തി കിട്ടണം. അതായത് നമ്മുടെ ചുറ്റുമുള്ള ഭൂതങ്ങളിൽ നിന്ന്, നമ്മളെ ചുറ്റുപാടുമുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് ശാന്തി കിട്ടണം. അതിന് ആ ശാന്തിയിലെ അവസാനത്തെ പറയാം ആദി ദൈവികം, അതായത് ഈ പ്രപഞ്ച ശക്തികളിൽ നിന്ന് നമുക്ക് ശാന്തി കിട്ടണം. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, ഇതൊക്കെയാണ് പ്രപഞ്ചശക്തി കോപിച്ചാൽ നമുക്ക് അശാന്തി വരുന്നത്. അപ്പോൾ ഈ ശാന്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ആദ്യം ആധ്യാത്മിക ശാന്തി, അത് ആദ്യം നമ്മൾ നമ്മുടെ ആത്മബോധം ഉണർത്തിയെടുക്കണം, പിന്നെ ആത്മബുദ്ധി ഉണർത്തിയെടുക്കണം, ആത്മാനന്ദം അനുഭവിക്കണം എന്നുള്ളത്. അപ്പോൾ ആത്മബോധം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മളെല്ലാം ആ പരമാത്മാവിൻ്റെ അംശമാണ്. നമ്മളും ദൈവം തന്നെയാണ്. പക്ഷേ നമ്മൾ ആ ദൈവിക സ്വഭാവം ഉണർത്തിയെടുക്കുമ്പോഴാണ് നമ്മൾ ദൈവമാകുന്നത്. പിന്നെ അടുത്ത് വരുന്നത് ആദി ഭൗതികം, അതായത് നമ്മളുടെ വീട്ടിൽ എല്ലാവരും നാമമൊക്കെ ജപിക്കുന്നുണ്ട്. പക്ഷെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾ മോശം സ്വഭാവം അല്ലെങ്കിൽ അനാവശ്യ ചീത്ത വാക്കുകൾ പറയുന്നതാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ എപ്പോഴും ഈ നെഗറ്റീവിൻ്റെ കൂടെ പോകാനാണ് ആൾക്കാർക്ക് എപ്പോഴും താല്പര്യം വരികയെന്ന് പറയും. ഈച്ചയെ കണ്ടിട്ടില്ലേ, വേസ്റ്റിലാണ് എപ്പോഴും അതിന് ശ്രദ്ധ. അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യം മിക്കവാറും അതെല്ലാം സൗജന്യമായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. സൗജന്യമായിട്ട് TV, സാരി ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ആകൃഷ്ടരാകും. പക്ഷേ സൗജന്യമായിട്ട് എവിടെയെങ്കിലും വേദം പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്ലാസ് എടുത്തു തരാമെന്ന് പറഞ്ഞാൽ അവിടെ ആളെ കിട്ടാൻ വലിയ പാടാണ്. നമ്മളൊരു ക്ലാസ് തുടങ്ങുമ്പോൾ ആദ്യം ഒരു 50 പേര് വെച്ച് തുടങ്ങും. പിന്നെ കുറഞ്ഞ് അവസാനം 5-ലാവും 2-ലാവും, ചിലപ്പോൾ പിന്നെ ഒരു കുട്ടിയാവും, പിന്നെ ടീച്ചർ മാത്രമാവും. അപ്പോൾ അതാണ് സൗജന്യമായി കിട്ടുന്ന ചില വസ്തുക്കളെടുത്ത് നമുക്ക് അത്യാർത്തിയാണ്, ചില വസ്തുക്കൾ നമുക്ക് വേണ്ട. പക്ഷേ നമ്മൾ അറിയുന്നില്ല ഭഗവാൻ എത്രമാത്രം തൻ്റെ ഡിവോട്ടീസ് അല്ലെങ്കിൽ തൻ്റെ ഭക്തരെ കൊണ്ട് ഭഗവാൻ എന്തുമാത്രം ക്ലാസ്സുകൾ എടുപ്പിച്ചു, ആരെയെല്ലാം പഠിപ്പിച്ചു എന്ന് നമ്മൾ അറിയുന്നില്ല. ഒരു ഗുരു പഠിപ്പിച്ചു വിട്ടിട്ട് അവർ ശിഷ്യന്മാരെല്ലാം ക്ലാസ് എടുക്കാം. പക്ഷേ ഈ ശിഷ്യൻ ഇത് ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് കാലമാണ് തെളിയിക്കുന്നത്. ശിഷ്യൻ അത് എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന്. പലപ്പോഴും ശിഷ്യന്മാരത്
എപ്പോഴും സ്വാമി പറയുന്ന പ്രാക്ടീസ് 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 മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയും. ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പാടുമ്പോഴാണ് അത് നല്ലതായിട്ട് നമുക്ക് പാടാൻ പറ്റുന്നത്. അതുപോലെയാണ് ഏത് കാര്യവും, പ്രാക്ടീസാണ് പ്രധാനം. അപ്പോൾ നമ്മൾ ആചരിച്ചിട്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഭഗവാൻ എപ്പോഴും പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഗുരുക്കന്മാർ ഒരുപാട് പേരുണ്ട്, അനുയായികൾ ഒരുപാട് പേരുണ്ട്, പക്ഷേ ഒരു മാറ്റവും വരുന്നില്ല. കൂടുതൽ കൂടുതൽ നമുക്ക് ദോഷമാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ടത്, ഇതാരും ഈ വായയ്ക്കൊരു എക്സസൈസ് മാത്രമായിട്ട് പോകുന്നത് കൊണ്ടാണ്. പറയുന്നുണ്ട് പക്ഷെ ചെയ്യുന്നില്ല, അതാണ് കാര്യം. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ, അമ്മമാർ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി, വീട്ടിൽ വയസ്സായവരെല്ലാവരെയും നോക്കി അവരെ ഇങ്ങനെ ശുശ്രൂഷിച്ച്, അപ്പോൾ അമ്മയുടെ കാര്യം അമ്മയുടെ എന്ത് ചെയ്യുന്നതിന് അമ്മയ്ക്കൊരു മടിയില്ലായിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എന്ത് ചെയ്തു? അമ്മ രാവിലെ ഒരു സാധനം എടുത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ഊരി മാറ്റി തുടങ്ങി അല്ലേ. കുട്ടിയുടെ കാര്യം ചെയ്യാൻ അമ്മയ്ക്ക് മടിയാണ്, അപ്പോൾ കുട്ടിയെ കൈകാര്യം ചെയ്യാൻ മടിയാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ വളർത്തിയെടുക്കുന്ന കുട്ടിക്കും ഇങ്ങനെ അസ്വാഭാവികമായി നമുക്ക് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാൻ മടിയാണ്. നമ്മളത് കഴുകി വൃത്തിയാക്കി അത് കത്തിച്ച് കളഞ്ഞാൽ പോലും ഒരു ദോഷവും വരില്ല. നിങ്ങൾക്ക് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായോ എന്നറിയില്ല. അത് കത്തിച്ചാലും ഒരു പെട്ടെന്ന് കത്തി തീർന്നോളും, ഒരു വാസനയൊന്നും വരില്ല. പക്ഷേ നമ്മളിപ്പോൾ അതെല്ലാം ഉപയോഗിച്ചിട്ട് രാവിലെ വേസ്റ്റ് ബോക്സിലിടുകയോ പറമ്പിൽ പോകുന്ന വഴിക്ക് കാറിൽ നിന്നെടുത്ത് വെളിയിലോട്ട് എറിയുകയോ ചെയ്യും. പലപ്പോഴും അമ്പലത്തിൽ നടന്നു പോകാൻ പറ്റുമ്പോൾ നമ്മൾ ഇതിലാണ് രാവിലെ ചവിട്ടിക്കൊണ്ട് പോകുന്നത്. സത്യം നമ്മൾ മനസ്സുകൊണ്ട് ശപിച്ചു പോകും, ദൈവമേ ഇത് ചവിട്ടാനാണല്ലോ, ഇത് ആരായി കൊണ്ടെറിഞ്ഞതെന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മളറിയാതെ നമ്മൾ ചെയ്യുന്ന, നമുക്ക് വന്നു ചേരുന്ന ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, മറ്റുള്ളവരെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു കുറച്ച് നാൾ ശരിയാണ്, 6 മാസം വരെ ആ തുണി കഴുകി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കണം. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അത്രയെങ്കിലും ചെയ്തിരിക്കണം. ഇപ്പോൾ എന്ത് പറ്റി? ഇപ്പോൾ വലിയവർക്ക് വയസ്സായവർക്കുള്ളതും കിട്ടിത്തുടങ്ങി. അപ്പോൾ നമ്മൾ അവർക്കത് ഫിറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അവർ തിരിച്ചിത് ഫിറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു. കുട്ടിയുടെ കാര്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് നടക്കും. അപ്പോൾ കുട്ടിക്ക് അമ്മയുടെ വേസ്റ്റോ വിസർജ്യമോ ഒന്നും എടുക്കാനൊന്നും ഒരു മടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്തിൽ നിന്നൊക്കെ അകന്നു പോയി അതിലോട്ട് നമ്മൾ ഇപ്പോൾ പ്രാകൃത രീതിയിലോട്ട് പോകണം എന്നൊന്നും അല്ല, പക്ഷേ കുറേ എങ്കിലുമൊക്കെ നമ്മൾ ഭൂമിയോട്, ഇപ്പോൾ ഫ്ലാറ്റ് സംസ്കാരം വന്നപ്പോൾ എന്ത് പറ്റി? പണ്ട് നോർത്ത് സൈഡിലൊക്കെയാണ് നമ്മൾ ഫ്ലാറ്റ് ഉള്ള അപകടം കേൾക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന സ്ഥലത്തൊന്നും ഫ്ലാറ്റില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ലത്തൂർ ദുരന്തം നമ്മൾ ടി വിയിൽ കണ്ടതാണ്. പക്ഷേ അപ്പോൾ നമ്മളെ നമ്മളെ അടുത്തങ്ങ് ഫ്ലാറ്റില്ല. അപ്പോൾ നമ്മൾ വെച്ചാൽ നമുക്ക് ആ ഒരു ദുരിതം വരില്ല. എന്താണ് ഫ്ലാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വിസർജ്യം ഏതൊരെങ്കിലും ഒരു നദിയുടെ കരയിലാണ് ഈ ഫ്ലാറ്റ് കെട്ടുന്നതെന്ന് പറയുന്നത്. അവർ ഡ്രെയിനേജ് അതൊന്നും കുഴിക്കുക പോലും ഇല്ല, ആ നദിയിലോട്ടാണ് ആ ഡ്രെയിനേജ് തുറന്നു വിടുന്നത്. എത്ര ദ്രോഹമാണ്! ഏതെല്ലാം മൃഗങ്ങൾക്ക്, ഏതെല്ലാം മത്സ്യങ്ങൾക്ക് ദ്രോഹം, ഈ വെള്ളം കുടിക്കുന്ന ഏതെല്ലാം ജീവികൾ, ഇതിനെല്ലാം ദ്രോഹം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലാറ്റ് സംസ്കാരം ഇവിടെ ഉണ്ടാക്കി വയ്ക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ഒരു ഫ്രണ്ട് പറയും, എനിക്ക് ഫ്ലാറ്റ് വേണ്ട, എനിക്ക് തറയിൽ ചവിട്ടി നടന്നത്. അത്രയെങ്കിലും നമ്മൾ ആ വെളുപ്പാൻ കാലത്തൊക്കെ നമ്മളിങ്ങനെ തറയിൽ ചവിട്ടി നടക്കുമ്പോൾ ആ മഞ്ഞ തുള്ളികളിലൊക്കെ ചവിട്ടി നടക്കുമ്പോൾ ഒരു പ്രത്യേക ഉന്മേഷമാണ്. അപ്പോൾ ഇതെല്ലാം 24 ഗുരുക്കന്മാരെക്കുറിച്ച് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് അതല്ല, എന്നാലും പറയുകയാണ്. 24 ഗുരുക്കന്മാർ. അതിലൊന്ന് വരുന്നത് സൂര്യനാണ് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത് അല്ലേ. അതിൻ്റെ പ്രകാശം തട്ടിയിട്ടാണ് ചന്ദ്രന് പ്രകാശം കിട്ടുന്നത്. അപ്പോൾ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന സൂര്യനാണ് നമ്മുടെ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത്. അടുത്ത അഗ്നി എന്താണ്? എല്ലാ വസ്തുക്കളും നശിപ്പിക്കും അല്ലേ. അത് ചീത്ത പേപ്പറാണ്, നല്ല പേപ്പറാണ്, അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും നശിപ്പിക്കും. പിന്നെ അതുപോലെ ഇങ്ങനെ കുറേ പറയുന്നുണ്ട്. അങ്ങനെ 24 ഗുരുക്കന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. അത് വേറൊരു അവസരത്തിൽ നമുക്കത് നോക്കാം. അപ്പം ഊർണനാഭി, ചെലന്തി അതിലൊരു ഗുരുവാണ്. അതായത് ചെലന്തിയുടെ ശരീരത്തിൽ നിന്നാണ് അത് വല കെട്ടാനുള്ള ആ ഒരു പിന്നെ
വല കെട്ടാനുള്ള വസ്തുവിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ ശരീരത്തിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നത്. പക്ഷേ കുറച്ച് നാൾ ചിലന്തി ഇങ്ങനെ വല കെട്ടി എന്നിട്ട് ഈ പശയും അത് തന്നെ അങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ പ്രളയം വിവരിക്കാൻ, നമുക്ക് പ്രളയം ഇരിക്കുമ്പോൾ പ്രളയം എന്താണ് പ്രളയം എന്ന് മനസ്സിലാവാതിരിക്കുമ്പോൾ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരുന്നതാണ് ചിലന്തിയെ പോലെ. അതായത് ഭഗവാൻ ഇങ്ങനെ തൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഈ ലോകം സൃഷ്ടിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ പ്രളയം സംഭവിക്കുന്നു. പ്രലയം അതായത് ഭഗവാനിൽ ലയിപ്പിക്കുന്നു. ഇതല്ല പ്രണവം എന്താണ്? എന്നും പുതിയതായിരിക്കുന്നത്. ആ ഋഷിമാർക്കാണ് ഇത് തെളിഞ്ഞു കിട്ടിയത്. ഓം എന്നുള്ള ആ പ്രണവ മന്ത്രം. അത് ഇന്നും ഓംകാരം ജപിച്ച് എല്ലാ മന്ത്രങ്ങളും ഓംകാരം വെച്ചാണ് തുടങ്ങുന്നത്. ഒരിക്കലും ആ മന്ത്രത്തിനൊരു എന്താ പറയാന, എന്നും പുതുതായിട്ടിരിക്കുന്നുണ്ട്. പ്രണവ മന്ത്രം എന്ന് പറയുന്നത് നവമായിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇതുപോലെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ രാസലീല അല്ലെങ്കിൽ കൃഷ്ണന് 10,008 ഭാര്യമാരാണെന്ന് പറയും. എത്ര മോശപ്പെട്ട ആ ഒരു സങ്കല്പമാണെന്ന് നോക്കണം. ഒരേ ഒരു ഭഗവാൻ, പിന്നെ ശക്തിയും പ്രകൃതി പുരുഷ സംയോഗം എന്ന് പറയും. പ്രകൃതിയാണ് ദേവി, അല്ലെങ്കിൽ ഭൂമിദേവി എന്നൊക്കെ നമ്മൾ പറയുന്നത്. പിന്നെ ഒരേ ഒരു പുരുഷനേ ഉള്ളൂ, അത് ശ്രീനാരായണൻ. അപ്പോൾ പ്രകൃതി പുരുഷ സംയോഗം കൊണ്ടാണ് ഇവിടെ എല്ലാ മാറ്റങ്ങളും സംഭവിക്കുന്നതെന്ന് പറയും. അപ്പോൾ ഭഗവാന് 10,008 ഭാര്യമാരൊന്നുമില്ല. നരകാസുരൻ്റെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചിരുന്ന കന്യകമാരെ രക്ഷപ്പെടുത്തിയപ്പോൾ നമ്മളിപ്പോൾ സീതാദേവിയുടെ കാര്യം പറയുന്ന പോലെ തിരിച്ചു ചെന്നപ്പോഴത്തേക്ക് ആരും അവർക്ക് ആശ്രയം കൊടുക്കാതെ അവരെ എല്ലാം പുറത്താക്കി. ഒരു കൊട്ടാരത്തിൽ ഒരു തുറുങ്കിൽ കഴിഞ്ഞ സ്ത്രീ മോശമാണെന്ന് പറഞ്ഞിട്ട് പുറത്താക്കിയപ്പോൾ ഭഗവാൻ അവർക്ക് ജീവിക്കാനുള്ള ജീവിതോപാധികളെല്ലാം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നു, ഒരു ഭർത്താവെന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ജീവിക്കാനുള്ള എല്ലാ ഉപാധികളും ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെ കർമ്മമാണ്, കടമയാണ്. അതുകൊണ്ട് ഉടനെ എല്ലാവരും പറഞ്ഞു, കൃഷ്ണന് 10,008 ഭാര്യമാർ. 10,008 ഭാര്യ വളരെ മോശമായിട്ട് ഭഗവാന് ചിത്രീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഹിന്ദുക്കൾക്ക് 30 മുക്കോടി ദൈവം. നിങ്ങൾക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും ദൈവമല്ലേ? സത്യമാണ്. ഇവിടെ എത്ര ജനങ്ങളുണ്ടോ, ഒരു 100 കോടി 125 കോടി ജനങ്ങളുണ്ടെങ്കിൽ അവരെല്ലാവരും ദൈവമാണെന്നാണ് നമ്മുടെ ഹിന്ദു സംസ്കൃതി പറയുന്നത്. അപ്പോൾ 30 മുക്കോടി ദൈവങ്ങൾ വരില്ലേ? ഇവർ ഓരോരുത്തർക്കും ഓരോ ദൈവങ്ങളുമായിട്ടാണ്, അല്ലെങ്കിൽ ഇവരെല്ലാവരും ദൈവമാണ്, ദൈവത്തിൻ്റെ അംശമാണ്. അതുകൊണ്ട് ആണ് ഹിന്ദുക്കൾക്ക് ഇത്രയും 30 മുക്കോടി ദൈവങ്ങളുള്ളത്. പിന്നെ രാമനെന്നും കൃഷ്ണനെന്നും ശിവനെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞ ദൈവങ്ങൾക്ക് എല്ലാം വേറെ വേറെ ദൈവങ്ങളാണോ? ഇതാണ് നമുക്ക് മഹാവിഷ്ണു അങ്ങനെ ഒരു കഥയുണ്ട്. പാലാഴി മദന സമയത്ത് ദേവി പാലാഴിയിൽ നിന്ന് ഉയർന്നു വരുമ്പോഴേക്കും ഭഗവാനാണ് സ്വീകരിച്ചത് ലക്ഷ്മി ദേവി. അപ്പോൾ ഭഗവാൻ ലക്ഷ്മി ദേവിയെ സ്വീകരിക്കുമ്പോഴത്തേക്ക് ലക്ഷ്മി ദേവിക്ക് ഭഗവാന്റെ ഹൃദയത്തിൽ കടക്കാൻ പറ്റിയില്ല എന്നാണ്. അവിടെ പരമശിവൻ നാമം ജപിച്ചുകൊണ്ടിരുന്നു. ഇത് കേട്ടതാണ്, ഞാൻ ഒരിടത്തും വായിച്ചതല്ല, കേട്ടതാണ്. അപ്പോൾ ശ്രീനാരായണൻ പറയും, ദേവിക്ക് പരമേശ്വരനെ പ്രാർത്ഥിച്ച് എൻ്റെ ഹൃദയത്തിലിടാം തേടാം. അങ്ങനെ ദേവി ശ്രീ പരമേശ്വരനെ പ്രാർത്ഥിച്ചിട്ടാണ് ശ്രീ പരമേശ്വരൻ ദേവിക്ക് അനുവാദം കൊടുത്തതെന്ന് പറയും. ഇതെല്ലാം അപ്പോൾ അങ്ങനെയാണ് ഇവർ തമ്മിൽ ഒരു മത്സരവും. പിന്നെ നമ്മൾ എന്തിനാണ് ഈ ശൈവനെന്നും വൈഷ്ണവനെന്നും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരോ ഈ എല്ലാ വഴികളും ഒരേ സമുദ്രത്തിലേക്കാണ് ഓടിയെത്തുന്നത്. ആ പരമ തത്വത്തിലാണ് ഓടിയെത്തുന്നത്, അല്ലെങ്കിൽ ആ പരമാത്മാവിലാണ് ഓടിയെത്തുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ജീവിച്ചു പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നമ്മളെപ്പോഴും വേറെ വേറെ ആൾക്കാരാണെന്ന് ചിന്തിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. ഇനി അതുപോലെ തന്നെ എപ്പോഴും പറയും, ഒരാൾ ചെയ്യുന്ന ചീത്ത പ്രവൃത്തി അത് മോശമാണെന്ന് അതിനെ വെറുത്താൽ മതി, ആളിനെ വെറുക്കണ്ട. ഇത് കേൾക്കുമ്പോഴൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ചീത്ത പ്രവൃത്തിയും ആളും തമ്മിൽ എങ്ങനെ ആ ചെയ്യുന്ന ആളിനെ നമ്മൾ വെറുത്തു പോകില്ലേ? അങ്ങനെയല്ല. അപ്പോൾ ഒരാൾ ഒരു മോശം പ്രവൃത്തി ചെയ്താൽ അത് നല്ലതാണോ ചീത്തയാണോ നോക്കിയത്. ആ ചെയ്തത് മോശമാണ്, പക്ഷേ അയാളുടെ ഉള്ളിലുള്ള ആ ഈശ്വരനെ നമ്മൾ അപ്പോഴും ബഹുമാനിക്കണം, അല്ലാതെ നമ്മൾ അയാളെ പുറത്ത് നിർത്തണ്ട. ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഈ ലോകം, നല്ലതും ചീത്തയും. ഇതെല്ലാത്തിനും ഒരു സമതുലനാവസ്ഥ അത് കീപ്പ് ചെയ്യാൻ ഭഗവാൻ അറിയാം. നമ്മളിതെല്ലാം തെറ്റിച്ച് ഭൂമിദേവി ക്ഷമിച്ച് അങ്ങ് അറ്റെത്തുമ്പോഴാണ് ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും എല്ലാം ഉണ്ടാകുന്നത്.
എല്ലാ വെള്ളത്തിനൊഴുകാനുള്ള വഴിയെല്ലാം നമ്മൾ തടഞ്ഞു വെച്ചിട്ട് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം എന്ന് നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറയും. അപ്പോൾ ഇതാണ് പ്രകൃതിയുമായിട്ട് കുറച്ചെങ്കിലും നമുക്ക് പറ്റുന്ന കുറച്ച് എന്തെങ്കിലും പച്ചക്കറികളോ ഇലക്കറികളോ എന്തെങ്കിലും നമ്മുടെ ചുറ്റും നട്ടുവയ്ക്കുക. പിന്നെ കുറച്ച് തുളസി, നമുക്ക് അമ്പലത്തിൽ കൊണ്ടുപോകാൻ പോകുന്ന സമയത്ത് വെറും കൈയോടെ പോകരുതെന്ന് പറയും. ഒരു തുളസി മാല കെട്ടിക്കൊണ്ട് പോവാം. ഈ മാല കെട്ടുമ്പോഴെല്ലാം ഇപ്പോൾ ചിലർ പറയും എനിക്ക് ചെറിയ കുട്ടിയെ നോക്കാനുണ്ട്, ഞാൻ എങ്ങനെയാണ് മാല കെട്ടുക? വേണ്ട, മാല കെട്ടണ്ട. ആ കുഞ്ഞിനെ ഉറങ്ങുന്ന സമയത്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. പറ്റിയില്ലെങ്കിൽ വേണ്ട, മനസ്സുകൊണ്ടൊരു മാല കെട്ടുന്നതായിട്ട് സങ്കല്പിച്ചാൽ മതി. മാനസ പൂജ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം, മനസ്സിലെങ്ങനെയാണ് ഭഗവാനെ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ പ്രകൃതിയോട് യോജിച്ച് നിന്നാലേ നമുക്ക് ആ പ്രകൃതിയോട് ഇപ്പോൾ എന്ത് കണ്ടാലും ഓടിച്ചെന്ന് നമ്മൾ മരുന്ന് കഴിക്കേ അങ്ങനെയൊന്നും വേണ്ട. കുറേയൊക്കെ ഭഗവാൻ തന്നെ ഹീൽ ചെയ്തോളൂ. യഥാർത്ഥ ഡോക്ടർ എന്ന് പറയുന്നത് പാലാഴിമതിന സമയത്ത് ഭഗവാൻ ധന്വന്തരി മൂർത്തിയായിട്ട് അവതരിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥ ഭിഷഗ്വരൻ അല്ലെങ്കിൽ യഥാർത്ഥ ഡോക്ടർ എന്ന് പറയുന്നത് ആ ഭഗവാൻ തന്നെയാണ്. അതോടെ അപ്പോൾ നമ്മൾ എന്ത് കണ്ടാലും ഒരു ചെറിയ ജലദോഷം വന്നാൽ ഓടി മരുന്നൊന്നും കഴിക്കണ്ട. കുറച്ച് സ്വാഭാവികമായിട്ട് അത് കുറയാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നെ അത് കൂടിയാൽ മാത്രം നമ്മൾ ഡോക്ടറെ കണ്ടാൽ മതി എന്ന് പറയും. അപ്പോൾ അതുപോലെ പിന്നെ ഭഗവാൻ ശ്രീ സത്യസായി ബാബ പറയുന്നതാണ്, നിങ്ങളുടെ ബന്ധുക്കളെല്ലാം ആശുപത്രി വരാന്തവരെയേ കാണുള്ളൂ. ശരിയല്ലേ? നമ്മളൊരു ലേബർ റൂമിൽ അല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയ ടേബിളിൽ കിടക്കുമ്പോഴത്തേക്കും നമ്മളെ ചുറ്റും വേറെ പലരുമാണ് നിൽക്കുന്നത്. നമ്മളെ ബന്ധുക്കൾ എല്ലാവരും പുറത്തിറങ്ങും. പക്ഷെ അപ്പോഴും നമ്മളെ മനസ്സിൽ നമ്മളെ കയ്യിൽ ഒരാളുണ്ടായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ പൂജിച്ച് അല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് നാമം ജപിച്ചൊക്കെ ശീലിച്ചാൽ നമുക്കൊരിടത്ത് അത് കൊണ്ടുപോകില്ല. പക്ഷെ നമ്മൾ നാമമായിട്ടാണ് മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കണമല്ലോ. എവിടെ പോയിരുന്നാലും നമുക്ക് ജപിക്കാൻ പറ്റും അല്ലേ? ഈ നാമം നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് ഇവർക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ഒരു ടേബിളിൽ കിടക്കുമ്പോഴത്തേക്കും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രഷറൊക്കെ കൂടി നിന്നിട്ട് ടേബിളിൽ കിടന്നിട്ട് ഇപ്പോൾ വേദം ജപിച്ചാൽ അത് പ്രഷർ ഇതാകുന്ന നോർമലായി വരും. അപ്പോൾ നമുക്ക് വേദം ജപിക്കണമെങ്കിൽ ചുമ്മാ അതങ്ങനെ ഓർമ്മ വരില്ല. അപ്പോൾ നമ്മൾ ആ മന്ത്രത്തിലോട്ട് കോൺസെൻട്രേഷൻ വരുമ്പോഴേ ആ മന്ത്രം അല്ലെങ്കിൽ നമ്മൾ ഒരു അശ്രദ്ധമായിട്ട് ജപിക്കണമെങ്കിൽ തെറ്റിപ്പോവും. അപ്പോൾ അത്രയും കോൺസെൻട്രേഷനോടെ ജപിക്കുമ്പോൾ ആ വൈബ്രേഷൻ നമുക്ക് വരും. ആ വേദത്തിൻ്റെ ഇഫക്റ്റ് കിട്ടുന്നതാണ് ആ പ്രഷർ കുറയുന്നതെന്ന് പറയുന്നത്. അപ്പോൾ മന്ത്രങ്ങൾക്കും എല്ലാം അത്രയ്ക്ക് ശക്തിയുണ്ട്. പക്ഷേ അപ്പോൾ ഈ നാമങ്ങൾ നമ്മളിങ്ങനെ ജപിക്കുമ്പോഴേക്കും അത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് ആ ഭഗവാന്റെ അടുത്ത് എത്തിക്കൊള്ളുമെന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ആരും അറിയാതെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നാമം മാത്രമാണ്. കൃഷ്ണ 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 ഇങ്ങനെ ജപിച്ചിരുന്നാൽ, അല്ലെങ്കിൽ കൃഷ്ണൻ തന്നെ വേണമെന്നില്ല, ആരെയാണോ നമുക്ക് ഇഷ്ടമുള്ളത്. ഇപ്പം അമ്മയാണെങ്കിൽ നമുക്ക് അമ്മേ 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 അമ്മ. ഞാൻ മാതാപിതാ ദേവി അല്ല പറഞ്ഞത്, നമ്മളെ സ്വന്തം അമ്മയെ നമുക്ക് വേണമെങ്കിൽ മാതാ പിതാ ഗുരു, ഇത് നമുക്ക് ആ ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെ നമുക്ക് സ്വന്തം ഒരമ്മ തൻ്റെ ശരീരത്തിലെ എല്ലാം എടുത്തിട്ടാണല്ലേ നമുക്ക് ജന്മം തരുന്നത്. അപ്പോൾ ആ അമ്മയെ തന്നെ നമുക്ക് സ്മരിച്ചാൽ മതി. ആ അമ്മ അനുഭവിച്ച ആ വേദന നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മതി. ഇപ്പോൾ അബ്രഹാം ലിങ്കണിനെ കുറിച്ച് ഒരു കഥ കേട്ടിട്ടുള്ളത്, അദ്ദേഹം ഒരിക്കലൊരു ഓടയിൽ ഒരു ആടിൻ്റെ കുട്ടിയാണെന്ന് തോന്നണം, കഥ മാത്രം അതിൻ്റെ തത്വം മാത്രം അറിഞ്ഞാൽ മതി. അതിങ്ങനെ കിടന്ന് പിടയുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചാടി ഇറങ്ങി അതിനെ എടുത്തു. അപ്പോൾ പിന്നീട് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് അതിനടുത്ത് കിടക്കുമ്പോഴത്തേക്കും ഞാൻ അവിടെ കിടക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് മറ്റൊരാളൊരു വിഷമം പറയുമ്പോൾ ഇത് എനിക്കാണ് വന്നിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ മുന്നിൽ ഒരാളിനെ കൊണ്ട് നിർത്തിയിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അവർക്ക് ചെയ്യുന്ന സേവനം നാളെ ഞാൻ ഈ പൊസിഷനിൽ നിന്നാൽ എങ്ങനെ ചെയ്യുമോ അതുപോലെ. അപ്പോൾ എന്താണ്, നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് നമുക്ക് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയും. അതാണ് ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള പറഞ്ഞത്. ഗിവ് ആൻഡ് ടേക്ക്, അതായത് നമ്മൾ ആദ്യം കൊടുക്കുക. അപ്പോൾ ഭഗവാന് മനസ്സിലാവും, ഇവനെ ഇനി പരീക്ഷിച്ചിട്ട് കാര്യമില്ല, ഇവൻ ഇത് കൊടുത്തപ്പോൾ അവൻ എൻ്റെ പ്രതീക്ഷയ്ക്ക് മേളിൽ പോയി. ഇതൊരു തമാശയാണ്, ഭഗവാന്റെ പ്രതീക്ഷയ്ക്ക് മേളിൽ പോകാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷേ ഇങ്ങനെയാണ്, ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളെ നമ്മളെ
ഭഗവാൻ പരീക്ഷിക്കുകയാണ് ആ ആളിനെ കൊണ്ട്. നാളെ നിനക്കിത് വന്നാൽ നീ എങ്ങനെ ഫേസ് ചെയ്യുന്നു? അറം പറ്റി പോവുക എന്നൊക്കെ ചില എഴുത്തുകാരെക്കുറിച്ച് ചില എഴുത്തുകാർ പറയാറുണ്ട്, ഞാൻ അന്ന് പറഞ്ഞതല്ല, അറം പറ്റിപ്പോയി എന്ന്. എന്താണ് ഈ അറം പറ്റൽ? ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കും, മോശമായിട്ട് ട്രാജിക് എൻഡ്സൊക്കെ എഴുതി വയ്ക്കും. അത് നമ്മളങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തഥാസ്തു, ദേവി എവിടെയാണ് തഥാസ്തു പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് എഴുതി വയ്ക്കുക. അത് ചെറുതിലെ അങ്ങനെ അതുകൊണ്ട് എന്ത് കഥ എഴുതിയാലും അവസാനം ശുഭപര്യവസായിട്ട് എഴുതാൻ പഠിച്ചു. നമ്മൾ ഈ ആചാര്യന്മാരെക്കുറിച്ചൊക്കെ എന്തെങ്കിലും എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന നിർദ്ദേശമാണ്, നിങ്ങൾ വന്ന നല്ല മാറ്റങ്ങൾ മാത്രം പറയുക എന്ന് പറയും. ഈ നല്ല മാറ്റങ്ങൾ മാത്രം പറയുക എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? നമ്മൾ നല്ലത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ഡു ഗുഡ്, ബി ഗുഡ്, അല്ല സീ ഗുഡ്, ഡു ഗുഡ്, ബി ഗുഡ് എന്ന് പറയുന്നത് സത്യമാവും. അതായത് നമ്മൾ നല്ലത് കാണുക, നല്ലത് ചിന്തിക്കുക, നല്ലതായി തീരുക. എപ്പോഴും നല്ലത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നല്ലത് തന്നെ വരും. ഇനി ഒരാളുടെ ചിന്ത ആ ആളിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. ഒരു രണ്ടാൾക്കാർ ജ്യോതിഷക്കാരൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ജ്യോതിഷക്കാരൻ പറയും, പാമ്പ് കടിച്ചാണ് മരണം എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും. ഒരാൾ നല്ല ശുദ്ധ ഭക്തനായിരുന്നു, ഒരാൾ നിരീശ്വരവാദിയായിരുന്നു. അപ്പോൾ ഈ ഭക്തൻ എന്ത് ചെയ്തു? പിറ്റേ ദിവസം മുതൽ ഭഗവാനെ ജപിച്ചു തുടങ്ങി, നാമം ജപിച്ചു തുടങ്ങി. എനിക്ക് സംഭവിക്കില്ല എന്ന് ഭഗവാനും ഇട്ടുകൊടുത്തു. അങ്ങയുടെ തീരുമാനം അതാണെങ്കിൽ അതല്ലേ, പരീക്ഷിത്ത് മഹാരാജാവ് അതല്ലേ ചെയ്ത്. 7 ദിവസം സപ്താഹം കേട്ട് സായുജ്യമടഞ്ഞ് പോയി. അങ്ങയുടെ തീരുമാനം അതാണെങ്കിൽ എനിക്കത് മതി, ഞാൻ അങ്ങ് ഭഗവാനെ വിട്ടുകൊടുത്തു. അതൊരു പ്രസാദമായിട്ട് അദ്ദേഹം 7 ദിവസം കൊണ്ട് ഭാഗവതം കേട്ടു തീർത്തു എന്നാണ്. അതാണ് നമ്മൾ എത്രയോ വർഷമായിട്ട് ഭാഗവതം കേൾക്കുന്നു, രാവിലെ മുതൽ രാത്രി വരെ കേൾക്കുന്നു, നമുക്കൊരു മാറ്റവും വരുന്നില്ല. അതാ പിറ്റേ വർഷം വീണ്ടും വയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ ഒരാൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എനിക്ക് ഇതാണ് ഭഗവാൻ തന്നിരിക്കുന്നത്, ഭഗവാന്റെ തീരുമാനം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ വിട്ടുകൊടുത്തു. എന്നിട്ട് നാമം ജപിച്ചുകൊണ്ടിരുന്നു. മറ്റേ ആളെന്ത് ചെയ്തു? എന്ന് പാമ്പ് വരും, പാമ്പ് വരും, പാമ്പ് വരും എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ആദ്യത്തെ ആളിനാണെങ്കിൽ ആ ഷേപ്പിലുള്ള ഒരു കളിപ്പാട്ടം തട്ടി അയാളുടെ ആ ഒരു വിധി അങ്ങ് മാറ്റി എഴുതി. അത്രയും നാമജപം കൊണ്ട് വിധി മാറ്റി എഴുതാൻ പറ്റി. ഈ മറ്റേ ആളെന്ത് ചെയ്തു? നിരീശ്വരവാദി എന്ത് ചെയ്തു? പ്രതീക്ഷിച്ചിരുന്ന് നമ്മൾ എന്തിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിച്ചാൽ അത് നമ്മളെ മുമ്പിൽ എത്തുന്നതാണ്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാറില്ലേ, അമ്മയെ ഒന്ന് കണ്ട്, അപ്പോൾ അമ്മയില്ലാത്ത കുട്ടിയൊക്കെ തോന്നും അമ്മയെ ഒന്ന് കണ്ടിരുന്നു. പക്ഷേ അത് കറക്റ്റായിട്ട് അത് അത്രയും ആഗ്രഹം തീവ്രമാകുമ്പോൾ നമ്മുടെ മുമ്പിൽ അത് വന്നിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വന്നു. അപ്പോൾ രണ്ടാമത്തെ ആളുടെ ഗതി നമുക്ക് ഏകദേശം ഊഹിക്കാമല്ലോ. അപ്പോൾ ഇതാണ് ചിന്തകളുടെ ശക്തി എന്ന് പറയുന്നത്. ഈ നെഗറ്റീവ്സ് നമ്മളിങ്ങനെ ചിന്തിച്ച് അത് നമുക്ക് നമ്മുടെ അടുത്തേക്ക് നമ്മളിങ്ങനെ വിളിച്ച് വരുത്തുകയാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ പറയും, നമ്മളെ നന്മയും നമ്മുടെ തിന്മയും. ഒരു അച്ഛനും അമ്മയും വളർത്തുന്ന 2 കുട്ടികൾ ഒരുപോലെ ആകാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ അച്ഛനൊരു മോശ സ്വഭാവമാണ്, മദ്യപാനിയാണെങ്കിൽ മൂത്ത കുട്ടി വിചാരിക്കും, എന്താണ് ചിന്തിക്കുന്നത്? അച്ഛനെ പോലെ ഞാൻ ആകാൻ പാടില്ല എന്ന് ചിന്തിക്കും. രണ്ടാമത്തെ കുട്ടി എന്ന് വിചാരിക്കും, എൻ്റെ അച്ഛൻ ഇങ്ങനെയല്ല, അപ്പം ഞാനും ഇങ്ങനെ വരുള്ളൂ എന്നൊരു കൺസെപ്റ്റിലോട്ട് പോകും. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് ഉയർന്നു വരണം, എനിക്കിങ്ങനെ ആവാൻ പാടില്ല എന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി നല്ല ഇതായിട്ട് വരിക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ മുന്നിൽ എല്ലാ ഉദാഹരണങ്ങളും വരും. അതിനെ പോസിറ്റീവായിട്ട് എടുക്കണോ നെഗറ്റീവായിട്ട് എടുക്കണോ എന്ന് നമ്മൾ തീരുമാനിക്കും. അപ്പോൾ നമ്മൾ ഉയരണമെങ്കിൽ നമ്മൾ വിചാരിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ വേറൊരാളിന് വന്ന് സ്വാമി പറയും, ഞാൻ നിനക്ക് എൻ്റെ സ്നേഹം പകർന്നു തരാം, ഞാൻ നിനക്ക് അറിവ് പകർന്നു തരാം, പക്ഷെ നടക്കേണ്ടത് നീ തന്നെയാണെന്ന് പറയും. അതുപോലെ ഇതിനെല്ലാം ഉപാധികളുണ്ട്. നല്ല കഥകൾ കേൾക്കുന്ന സ്ഥലത്തേക്ക് പോവുക. പിന്നെ ഇപ്പോൾ പല സ്ഥലത്തും ഈ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് അത് നല്ല സ്വീറ്റ് വോയിസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് നോയിസായി മാറിയിട്ടുണ്ട്. പല സ്ഥലത്ത് ചെന്നാൽ ഈ ചുമന്ന ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു 2 മണിക്കൂർ നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ അതിനൊത്തുള്ള കൂക്കി വിളിയും. കഴിഞ്ഞ തവണ ഇതുപോലെ ഒരു മ്യൂസിക് പ്രോഗ്രാം പോയിട്ട് വെളിയിൽ പോയി ഒരു 10 മിനിറ്റ് നിന്നപ്പോൾ തന്നെ മതിയായി തിരിച്ചു വന്നു. അതായത് എല്ലാ ഒരു 20-25 വയസ്സിന് ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾ, 40 വയസ്സായ ഒരാൾ 2 പേർ ആരും മ്യൂസിക്കിന് കയറുന്നില്ല. എന്നുവെച്ചാൽ
ബഹളം അത്രയും വെളിയിൽ കേൾക്കില്ല. ചെകിടടയ്ക്കുന്ന ശബ്ദവും ബഹളവും കൂക്കി വിളിയും മാത്രമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ ശാന്തി നമ്മൾ മന്ത്രം പറഞ്ഞ് ഇതെല്ലാം നമ്മളെ മനസ്സ് കാമാക്കി വെച്ചിട്ട് അടുത്ത് നമ്മുടെ ചുറ്റുമുള്ളവരെ ഈ ഒരു തലത്തിലേക്ക് ഉയർന്നില്ലെങ്കിൽ അവർ നമ്മളെ കുട്ടികളെയൊക്കെ പിടിച്ച് താഴ്ത്തിക്കളയും. അതാണ് ഈ ആദി ഭൗതികം. നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെ നമ്മൾ ശരിയാക്കിയെടുക്കുന്നതാണ് ആദി ഭൗതികം എന്ന് പറയുന്നത്. ഒരു 10 പേർക്കെങ്കിലും 10 പേരെയൊന്നും കിട്ടാനില്ല. ഒരാളിനെങ്കിലും ഒരു മന്ത്രം അല്ലെങ്കിൽ അവരുടെ ആ സങ്കടം നമ്മുടെ മുന്നിൽ ഒരാൾ നിന്ന് കരഞ്ഞാൽ അവർ പറയണം അവരുടെ ബുദ്ധിമുട്ട്. അവരുടെ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും നമ്മൾ തുടയ്ക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി എന്നാണ്. അപ്പോൾ ഒരാളിനെങ്കിലും ഒരു വഴികാട്ടിയായിട്ട്, അല്ലെ വഴികാട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വഴി വിളക്ക് അല്ലേ. വിളക്കിൻ്റെ പ്രത്യേകതയാണ് കയ്യിലെടുത്ത് നടന്നാൽ ജീവിത അവസാനം വരെ നമുക്ക് സാധാരണ ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട് അത് അവരെ രക്ഷിക്കേണ്ടത് ഭഗവാനാണ്, ഞാനല്ല എന്ന്. പക്ഷെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ശ്രമിക്കാം. ബാക്കിയെല്ലാം ഭഗവാൻ കൊടുക്കും. ഭഗവാനെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. അപ്പോൾ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തിരിക്കണം. സാധാരണ പറയും ലോട്ടറി എടുത്താലേ നമുക്ക് ആദ്യം നമ്മൾ ടിക്കറ്റ് എടുത്താലേ ലോട്ടറി അടിക്കുള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മളെപ്പോഴും ലോട്ടറി എടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതാണ് നമ്മൾ ഭഗവാൻ നമുക്ക് ഇട്ടുതരുന്ന ഒരു ടെസ്റ്റാണ്. ഒരാളിനെ കൊണ്ട് നമ്മളെ മുമ്പ് നിർത്തി അവർ നമ്മുടെ മുമ്പിൽ ഒരു സങ്കടം പറയുന്നു പറഞ്ഞാൽ നമ്മളെ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ടെസ്റ്റ് പാസ്സായാലേ നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പോകുള്ളൂ. അപ്പോൾ ഈ ടെസ്റ്റുകളെല്ലാം പാസ്സായി പോയാലേ നമുക്ക് ഭഗവാനെ കിട്ടുള്ളൂ. അപ്പോൾ ഒരു സാധാരണ അഡ്മിഷൻ കിട്ടാൻ പോലും നമ്മൾ എന്തെല്ലാം ടെസ്റ്റുകളാണ്, എത്ര 2 വർഷം 3 വർഷം വെറുതെ കളഞ്ഞു നിന്ന് പഠിച്ച് ടെസ്റ്റ് എഴുതി നമ്മൾ മെഡിസിനും എൻജിനീയറിങ്ങിനൊക്കെ അഡ്മിഷൻ വാങ്ങുന്നത്. അപ്പോൾ ആ മഹാശക്തിയെ കിട്ടാൻ നമ്മൾ ചെറിയ ടെസ്റ്റൊക്കെ പാസ്സാവണ്ടേ. ഈ ടെസ്റ്റുകളെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, തടസ്സങ്ങൾ, ഇതെല്ലാമാണ് ഭഗവാൻ നമുക്ക് തരുന്ന ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അല്ലാതെ ഭഗവാൻ വന്നൊരു പേപ്പറും പേനയായിട്ട് കൊണ്ടുതരുമെന്നോ. പക്ഷെ ഏറ്റവും എളുപ്പമുള്ള എന്താണ്? ഭഗവാനെ കിട്ടാനാണ് ഏറ്റവും എളുപ്പം. എന്താണ്? ആരും ഇല്ലാന്ന് പറഞ്ഞ് ഭഗവാന്റെ അടുത്ത് അങ്ങ് സാഷ്ടാംഗം പ്രണമിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ പിന്നെ അങ്ങ് ഏറ്റെടുത്തോളും. പക്ഷെ പിന്നെ ഭഗവാൻ പറയും ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നീ ചോദിച്ചു തരരുത്. നമ്മൾ ഭഗവാന് വിട്ടുകൊടുക്കാതെ നമ്മൾ എന്താ ഒരു സാധാരണ പറയും ഒരു വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെയും ചുമന്നിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഭഗവാന്റെ കയ്യിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ അയ്യോ ശരിയായില്ല എന്ന് വെച്ച് കുട്ടികളെ നിയന്ത്രിക്കേണ്ടെന്നോ അങ്ങനെയൊന്നും അല്ല. എല്ലാം ഒരു പരിധി വിട്ട് നമ്മുടെ പ്രാർത്ഥന ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ടിന് കാത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവ്. നമുക്ക് കുട്ടിയെ തുടർന്ന് പഠിക്കണമെങ്കിൽ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കട്ടെ. ഇനി പറയുന്നത് കസ്തൂരി സ്വാമി പറയുന്ന ഒരു കഥയാണ്. ഒരിക്കൽ കസ്തൂരി സ്വാമിക്ക് സ്വാമിയെ കാണാൻ വരാനായിട്ട് ഒരു കാറ് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് മനസ്സിൽ കുറേ നാളായിട്ടൊരാഗ്രഹമായി. അപ്പോൾ എന്നും താമസിച്ചാണ് വരുന്നത് സ്വാമിയെ കാണാൻ. അപ്പോൾ ഒരു കാറ് കിട്ടിയിരുന്നെങ്കിൽ എത്രയും വേഗം വരാമായിരുന്നു എന്ന് കസ്തൂരി സ്വാമി ചിന്തിക്കും. അങ്ങനെ ആഗ്രഹം ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് കിടന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു കാറ് കിട്ടി കസ്തൂരി സ്വാമിക്ക്. അപ്പോൾ ഭയങ്കര സന്തോഷം. ഇനിയൊരു ഞാൻ ആഗ്രഹിച്ച് കിട്ടി. അപ്പോൾ എത്രയും പെട്ടെന്ന് എനിക്ക് സ്വാമിയെ കാണാൻ എല്ലാ ദിവസവും നേരത്തെ എത്താമല്ലോ എന്ന് ചോദിച്ചു. പക്ഷെ പിറ്റേ ദിവസം മുതൽ കസ്തൂരി സ്വാമിക്ക് സ്വാമിയുടെ അവിടെ ഭജനയ്ക്കൊന്നും എത്താനേ പറ്റാതെ, എന്ന് വെച്ചാൽ വർക്ക്ഷോപ്പിൽ പോയിരിക്കാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ വിലേനെ പിടിച്ച് വാങ്ങിക്കുന്നതിന് ഇങ്ങനെ ഒരു ദോഷം കൂടെ വരും. മറ്റേത് ആ ഭഗവാന് നമ്മളെക്കുറിച്ചൊരു കാൽക്കുലേഷൻ ഉണ്ട്, അത് ഭഗവാൻ തന്നെ തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അവിടെ അത് മിറക്കിൾസ് സംഭവിക്കും. അവിടെയാണ് മിറക്കിൾസ് സംഭവിക്കുന്നത്. ഭഗവാന്റെ ഇന്നലെ പറഞ്ഞില്ലേ ആ ഗണപതി വിഗ്രഹത്തിന്റെ ആ ചിസലി അല്ലെങ്കിൽ ഇങ്ങനെ കൊത്തി മിനുക്കി എടുക്കുന്നതിന് നമ്മളങ്ങ് നിന്ന് കൊടുത്താൽ മതി. അതിനിടയ്ക്ക് നമുക്ക് മുറിവുണ്ടാവും, ചതവുണ്ടാവും, എല്ലാ ദുഃഖങ്ങളും ഉണ്ടാവും. ഈ ദുഃഖങ്ങളെല്ലാം കൂടെ ചേർന്നതാണ് ഈ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് തടസ്സം വന്നാലും നമ്മൾ ഒരു പുഴ പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണമെന്ന് പറയും. ഇനി സാധാരണ നമ്മൾ ഒരു സ്ഥലത്ത് പോയി ഒരു ഗുരുവിനെ കണ്ടു, നമ്മൾ കുറച്ച് ദിവസം അവിടെ ഭജന സത്സംഗത്തിലൊക്കെ ഏർപ്പെട്ടു. അടുത്ത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആ സ്ഥലത്തു നിന്ന് മാറി വേറൊരു സ്ഥലത്ത് താമസിച്ചിട്ട് പോകേണ്ടി വരും. അപ്പോൾ അവിടെ പോകാൻ പറ്റില്ല, നമ്മൾ ഓർത്ത് വിഷമിക്കണ്ട.
നമുക്ക് ആചരിക്കാനുള്ളതെല്ലാം തന്നിട്ടാണ് നമ്മൾ പുതിയൊരു സ്ഥലത്ത് പോകുന്നത്. പിന്നെ വീണ്ടും നമ്മൾ പുതിയൊരാളിനെ കാണും. അപ്പോൾ എപ്പോഴും പറയും, ഒരു ഇങ്ങനെ പറയാമോ എന്ന് അറിഞ്ഞൂടെ, ഞാനിത് വായിച്ചതാണ്. ആഹ് ഒരു ഗുരുവിനെ ഉപേക്ഷിച്ച് വേറൊരു ഗുരുവിനെ അന്വേഷിച്ച് പോകുന്നത് ഒരു പതിവ്രതയായ സ്ത്രീ അല്ലാതിരിക്കുന്നത് പോലെയാണ്. അതായത് പുതിയ പുതിയ ഭർത്താക്കന്മാരെ അന്വേഷിച്ച് പോകുന്നത് പോലെയാണ്. അത്രയും മോശം പ്രവൃത്തിയാണെന്ന് പറയും. അപ്പോൾ ആദ്യം കാണുന്ന ഗുരുവായിരിക്കില്ല, നമുക്ക് ആദ്യം കാണുന്ന ഗുരുവിന് നമ്മുടെ മനസ്സിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. രണ്ടാമത് കാണുന്ന കുറേയൊക്കെ വ്യത്യാസം വരുമായിരിക്കും, പക്ഷെ കംപ്ലീറ്റ് സറണ്ടർ വരുന്നത് ചിലപ്പോൾ മൂന്നാമതോ നാലാമതോ നമ്മൾ കാണുന്ന ഗുരുവായിരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട, അയ്യോ ഞാനിങ്ങനെ എന്നൊരു വഴക്കാളിയായിപ്പോയില്ല, അങ്ങനെ ചിന്തിക്കേണ്ട. എന്താണ്, നമുക്ക് കിട്ടുന്നത് വരെ ഇതല്ല നേതി നേതി എന്ന് പറയില്ലേ ഉപനിഷത്ത്. അപ്പോൾ ഇതല്ല 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 എൻ്റെ ഗുരു ഇതല്ല എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് അവിടെ എത്തിച്ചിരിക്കും. യഥാർത്ഥ എപ്പോഴും പറയുന്നതല്ലേ, ഭക്തനെ തേടി ഭഗവാൻ വരികയാണ് ചെയ്യുന്നത്. ഭക്തനല്ല ഭഗവാനെ കണ്ടുപിടിക്കുന്നത്, ഭക്തനെ തേടി ഭഗവാൻ വരികയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഭക്തന്മാർ ആരാണെന്ന് നോക്കി ഭഗവാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, യഥാർത്ഥ ഭക്തനെ തേടി നടക്കുകയാണെന്ന് പറയും. അപ്പോൾ ഒരു ഭക്തനാവാനുള്ള ആ യോഗ്യത നേടിയെടുക്കേണ്ടത് നമ്മളാണ്. ശ്രവണം, കീർത്തനം, നവവിധ ഭക്തി എന്നൊക്കെ പറയില്ലേ. ശ്രവണം, ആദ്യം നമ്മൾ മുത്തശ്ശിമാരിൽ നിന്ന് കഥ കേൾക്കുന്നു, അത് കഴിയുമ്പോൾ ശ്രവണം, പിന്നെ നമ്മൾ തന്നെ നാമം ജപിച്ചു തുടങ്ങുന്നു, പിന്നെ അർച്ചനകൾ ചെയ്യുന്നു, വന്ദനം, ഭഗവാനെ വന്ദിച്ചുകൊണ്ട് നാമസങ്കീർത്തനം, സഖ്യം, ശ്രവണം, കീർത്തനം, വന്ദനം, അർച്ചനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഒരെണ്ണം വിട്ടുപോയി. അങ്ങനെ നവവിധ ഭക്തി എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇതാണ് പലതരത്തിലുള്ള ഭക്തി. നമുക്ക് ഭഗവാനെ ഏത് രൂപത്തിൽ കണ്ട് ആരാധിക്കാം. ഒരു കുഞ്ഞിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ സഖാവിൻ്റെ രൂപത്തിൽ, എങ്ങനെയാണ് അർജുനൻ്റെ രൂപത്തിൽ, അമ്മയുടെ രൂപത്തിൽ. ഭഗവാനോട് നമുക്ക് വഴക്കൊക്കെ ഉണ്ടാക്കാം, എന്തുകൊണ്ടാണ് ഭഗവാനെ എങ്ങനെയായത്, പക്ഷെ എന്ന് പറഞ്ഞിട്ട് വഴക്കടിച്ച് അങ്ങനെയല്ല. നമുക്ക് ഭഗവാനോട് എന്തും പറയാം എന്നുള്ള, അതാണ് നമുക്ക് കിട്ടേണ്ട ഒരു സ്വാതന്ത്ര്യം. ഹിന്ദുവിന് മാത്രം കിട്ടിയ ഒരു സ്വാതന്ത്ര്യമാണ്. ഭഗവാനോട് എന്തും പോയി പറയാം, തിരിച്ച് ഭഗവാൻ നമ്മെ ഒന്നും പറയില്ല, കാണിച്ചു തരും അല്ലേ, വഴി കാണിച്ചു തരും, പുതിയൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും, നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഭഗവാൻ എന്ത് ചെയ്യും, നമ്മളെ അവരുടെ തിരുത്തും. അപ്പോൾ സ്റ്റാർട്ട് ഏർലി, ഡ്രൈവ് സ്ലോലി, റീച്ച് സേഫ്ലി എന്ന് പറയും. എന്താണ് സ്റ്റാർട്ട് ഏർലി, നേരത്തെ തിരിക്കുക. അത് വണ്ടിയെ കുറിച്ചാണെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വലിയ ട്രാഫിക്കൊന്നും വരുന്നതിന് മുമ്പേ സ്ഥലത്തെത്താം അല്ലേ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. അത് ആധ്യാത്മിക വിദ്യയെക്കുറിച്ചാണ് ഭഗവാൻ ബാബ പറയുന്നത്. സ്റ്റാർട്ട് ഏർലി, നേരത്തെ തുടങ്ങിയാൽ, നേരത്തെ തുടങ്ങണം. അതായത് നേരത്തെ പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ കുട്ടി ഉരുവാകുന്ന സമയത്തെ നമ്മൾ തുടങ്ങണം, അതിനു മുമ്പേ തുടങ്ങാം. പക്ഷെ ഒരു കുട്ടിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കൊരു സംസ്കാരം ഉണ്ടായിരിക്കണം, അതാണ് കുട്ടിക്ക് പകർന്നു കിട്ടുന്നത്. കുറേ നാൾ അമ്മ കഴിക്കുന്നതല്ലേ, അപ്പോൾ അമ്മ കഴിക്കുന്നത് കണ്ണുകൊണ്ട് കഴിക്കുന്നത്, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കഴിക്കുന്നതും കൂടെ ആ കുട്ടിക്ക് കിട്ടും. അപ്പോൾ ആ വാസന സംസ്കാരം അത് നമ്മൾ വളർത്തിയെടുക്കണം. അപ്പോൾ എന്നിട്ട് ഡ്രൈവ് സ്ലോലി, എന്താണ്, പതിയെ പതിയെ പോയാൽ മതി. ഒറ്റ ദിവസം കൊണ്ട് സഹസ്രനാമം പഠിച്ച് കളയാമെന്ന് വിചാരിക്കേണ്ട. ഇപ്പോൾ മിക്കവാറും ഇങ്ങനെ ഒരുപാട് ഈ കോവിഡ് കൊണ്ടുവന്ന വലിയൊരു മഹാഭാഗ്യമാണ്. മിക്കവാറും ഓൺലൈൻ ഗ്രൂപ്പുകൾ ഒരുപാടെണ്ണം സജീവമാണ്. ഒരു നാമം, 2 ശ്ലോകം, ഒറ്റ ശ്ലോകം വീതം, 2 വരികളുടെ ഒറ്റ ശ്ലോകം വെച്ചിട്ട് ഇങ്ങനെ ചൊല്ലിയിട്ട് നമുക്ക് പടിയായിട്ട് പഠിച്ചു പോകാം. അപ്പോൾ ഡ്രൈവ് സ്ലോലി, റീച്ച് സേഫ്ലി. അങ്ങനെയാണ്. നേരത്തെ തുടങ്ങിയാൽ നമ്മൾ പിന്നീട് ഒരു സമയം മുതലേ കാഴ്ച പോവും, കാത് കേൾക്കാതെയാവും, നടക്കാൻ പറ്റാതെയാവും, കൈയും കാലും ഒന്നും അനങ്ങാനൊന്നും ഇല്ലാതെ ഒരിടത്തിരിക്കുന്ന സമയത്ത് നമ്മളിത് ശീലിച്ചിരുന്ന് നമുക്ക് ഒരിടത്തിരുന്ന് ജപിക്കാം. വേറെ ഇപ്പോൾ പണ്ടത്തെ അമ്മമാരെ കണ്ടിട്ടില്ല, അവർക്കിതൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവരുടെ അമ്മമാർ അല്ലെങ്കിൽ മറ്റുള്ളവർ ആചരിക്കുന്നത് കണ്ടതായിരിക്കും. അപ്പോൾ കുറേയൊക്കെ നമ്മൾ ഒരു വിഷ്ണു സഹസ്രനാമമൊക്കെ നമ്മളൊരു 3 മാസം തുടർച്ചയായിട്ട് ചൊല്ലിയാൽ അത് നമുക്ക് ബൈഹാർട്ടായി കഴിയും, അതായത് കാണാതെ പഠിച്ചു കഴിയും. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ചൊല്ലാം. ഇപ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോയോ, എന്താണ് തെറ്റ്, നാമം ചെയ്യുന്നത് ആ വാക്കുകൾ കറക്റ്റായിരുന്നാൽ മതി. പിന്നെ ചിലപ്പോൾ വരിയൊക്കെ വിട്ടുപോകും, എന്നാലും
കഴിയുന്നത് പുസ്തകം വഴി ചൊല്ലുക. പിന്നെ നമുക്ക് ഈ പുസ്തകവും ഒന്നും കാണാൻ പറ്റാതെ വരുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ മനസ്സിൽ ചൊല്ലിത്തുടങ്ങും. അപ്പോൾ ഒരു 3 മാസം, എല്ലാ ആചരണയ്ക്കും ഒരു 3 മാസമാണ് പറയുന്നത്. ഒരു 3 മാസം ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ ഉറയ്ക്കും എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഒരു 3 മാസം ചൊല്ലിക്കഴിയുമ്പോഴത്തേക്കും വിഷ്ണു സഹസ്രനാമം ഹൃദയസ്ഥമാവും. അപ്പോൾ ഡ്രൈവ് സ്ലോലി സ്ലോലി, അങ്ങനെയാണ്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം എല്ലാം കൂടെ എടുത്ത് പഠിച്ചിട്ട് ഇതൊന്നും പ്രയോഗത്തിൽ വരുത്താതെ എല്ലാം പഠിച്ചു ഒരു പ്രയോജനമില്ലാതെ. നമ്മളിപ്പോൾ നല്ലോണം പാട്ട് പാടുന്ന ഒരാളാണ്, പക്ഷെ അയാൾ പാടാതിരിക്കുന്ന ആർക്ക് ഉണ്ടെങ്കിൽ മറ്റത് നമുക്ക് കർണമധുരമായ ശബ്ദം കേൾക്കാം, പക്ഷെ അവർ പാടിയില്ലെങ്കിലോ. അപ്പോൾ ഉപയോഗിക്കാതെ വച്ചേക്കുന്നതിനേക്കാളും നല്ലത് ഒരെണ്ണം പഠിച്ചാൽ മതി, അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ട്രാവൽ സ്ലോലി റീച്ച് സേഫ്ലി. എവിടെയാണ് കറക്റ്റ് ഡെസ്റ്റിനേഷൻ? ഭഗവാന്റെ അടുത്ത് നമ്മളെ കൊണ്ടെത്തിക്കും. ഇതിനിടയിൽ നമുക്ക് ഒരുപാട് ഗുരുക്കന്മാർ വരും. ഒരിടത്തും കെട്ടി നിൽക്കുന്ന വെള്ളമാവണ്ട, നമ്മൾ ഒഴുകിക്കൊണ്ടേയിരിക്കുക. അവസാനം നമ്മൾ ആ വലിയ സമുദ്രത്തിൽ ലയിച്ച് ചേരും. അപ്പം നമ്മൾ ചിലപ്പോൾ നമുക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ചില കൂട്ടുകാർ നമ്മൾ ചിലപ്പോൾ കടുത്ത വാക്കുകളൊക്കെ പറയും. ഇപ്പം നമുക്ക് ചില കൂട്ടുകാർ വിട്ടുപോയാൽ ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്യുന്ന ചില സൗഹൃദങ്ങളല്ലാതെ ചിലപ്പോൾ ഒരു കാമുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അങ്ങനെ അത് വിട്ടുപോയാൽ ആത്മഹത്യ വരെ ചെയ്യുന്ന കൂട്ടുകാരുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഒരു സ്ഥലത്തൊരു ഭഗവാൻ നിശ്ചയിച്ചൊരു സമയമുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കുമാണ് അവർ അതുവരെ നമുക്ക് വളരെ സന്തോഷമായിട്ട് സംസാരിച്ചിരുന്നവർ പെട്ടെന്ന് ഒരു ദിവസം കടുകട്ടിയായിട്ടുള്ള വാക്ക് പറയുമ്പോൾ നമ്മൾ വിചാരിക്കണം ഭഗവാൻ നമ്മെ വളർത്തുകയാണ്. ആ വേദന ഇതൊന്നും എന്നെ പേശാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മെ കൊണ്ടുപോകാനാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ പലപ്പോഴും നമ്മളത് തിരിച്ചറിയുന്നില്ല. നമ്മൾ മറ്റുള്ള ആളിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വളരുന്നത് എപ്പോഴും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴാണ്, അല്ലേ? നമ്മളെ യെസ് നമ്മളെ മൂളി കേൾക്കുന്നവരല്ല നമ്മൾ വളർത്തുന്നത്, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, നമ്മളെ മോശം പറയുന്നവർ. അപ്പോൾ എന്താണ്, എപ്പോഴും ഒരു ഗുരു പറഞ്ഞു ഒരു 1 ഇട്ടിട്ട് ഇതിനേക്കാൾ വലുതാവാൻ പറഞ്ഞാൽ നമ്മൾ അവൻ്റെ അടുത്തൊരു 0 അല്ല ഇടേണ്ടത്. എന്താണ്, ഒരു വലിയ 1 ഇട്ട് കൊടുക്കുക. നമ്മൾ ഒരാളിനെ മോശം പറഞ്ഞിട്ട് നമ്മൾ നന്നാവണ്ട. നമ്മൾ ഒരാളിനോട് വേറൊരാളിനെ കുറിച്ച് മോശം പറയുമ്പോൾ നമ്മളാണ് അവിടെ ചീത്തയാവുന്നത്, അല്ലേ? ഈ ആളിന് മറ്റേ ആളിനെ കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷെ നമ്മളാണ് ആ ആളിനെ കുറിച്ച് ഇവിടെ അറിയിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ഒന്നിനേക്കാൾ വലിയൊരു ഒന്നാവാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ മതി. മറ്റുള്ളവരെ നമ്മൾ ഒരിക്കലും ദോഷം പറയണ്ട, നമ്മൾ നമ്മളായിട്ടിരുന്നാൽ മതി. ഇതിനൊരു കഥ പറയുന്നത്, മുട്ട, ക്യാരറ്റ്. ഒരു ദിവസം ഒരു കുട്ടി കോളേജിൽ പോയിട്ട് അമ്മയുടെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറയും, അമ്മേ എനിക്കിനി കോളേജിൽ പോകണ്ട, എനിക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി എന്ന് പറയും. അപ്പോൾ റാഗിങ് ഒക്കെ ഇപ്പോൾ എല്ലാ കോളേജിലുള്ളതാണ്. റാഗിങ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു പാട്ട് പാടിക്കുകയോ ഒരു ഡാൻസ് കളിപ്പിക്കുകയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ ആ കുട്ടി ആ കോളേജ് ഉപേക്ഷിച്ച് പോകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ റാഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി വന്ന് പറയും, അമ്മേ എനിക്ക് ആ കോളേജിൽ പോകണം. അപ്പോൾ അമ്മ ഒരു മുട്ട എടുക്കും, ഒരു ക്യാരറ്റ് എടുക്കും, കുറച്ച് തേയിലപ്പൊടി എടുക്കും. ആദ്യം അമ്മ ഈ മുട്ട ആ വെള്ളത്തിലിട്ട് തിളപ്പിക്കും. അപ്പോൾ എന്ത് പറ്റി, മുട്ട നല്ല ഹാർഡായി. അത് കഴിഞ്ഞ് ക്യാരറ്റ് ഇട്ട് തിളപ്പിക്കും. അപ്പോൾ എന്ത് പറ്റി, ആ ക്യാരറ്റ് നല്ല സോഫ്റ്റായി. അത് കഴിയുമ്പോൾ അമ്മ ഈ തേയിലപ്പൊടി എടുത്ത് ആ വെള്ളത്തിലിടും. എന്താണ് അപ്പോൾ സംഭവിക്കുന്നത്, ആ തേയിലപ്പൊടി ആ വെള്ളത്തിൻ്റെ നിറം കൂടെ മാറ്റിക്കളയാൻ പറ്റും. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കും, ഇതിലേതായി തീരണമെന്ന് നീ തീരുമാനിക്കും, നീ അവിടെ നിന്നിട്ട് അവരിൽ മാറ്റം വരുത്താൻ നിനക്ക് കഴിയണം. അപ്പോൾ നമ്മൾ നന്മയുണ്ടെങ്കിൽ അതെന്നായാലും തിരിച്ചറിയപ്പെടും എന്ന് തന്നെയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഒരാൾ മാത്രമേ കാണുള്ളൂ സത്യം പറയണം, അല്ലെങ്കിൽ ശരിയായിട്ട് ദിശയിൽ ചിന്തിക്കുന്ന ഒരാൾ മാത്രമേ കാണുള്ളൂ. സ്വാമി പറയുന്നു, ഒരാൾ മതി. നമ്മൾ ഒരാളായിപ്പോയെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ അതൊരിക്കലും നിങ്ങളുടെ സാധന നിങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യമേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത് കേട്ട ഒരു വീഡിയോ ആയിരുന്നു. ഒരു വർഷങ്ങൾക്ക് മുമ്പ് സ്വാമിയുടെ കോളേജിൽ പഠിച്ച ഒരാൾ അങ്ങ് USA ജോലി ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ആ ഓഫീസിൽ സ്ട്രൈക്ക് നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും പണിമുടക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഈ സ്വാമിയുടെ സ്റ്റുഡൻറ്റിന് പണി മുടക്കാൻ
താല്പര്യമില്ല. അപ്പോൾ ആരെയും വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം ലീവ് എടുത്തു. അപ്പോൾ സ്വാമി സ്വപ്നത്തിൽ വന്ന് ഈ കാര്യം പറഞ്ഞതായിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്വാമി പറയുന്നൊരു മെസ്സേജ്, നിങ്ങൾ ഒരാളെ ഉള്ളൂ എങ്കിലും അവിടെ നിങ്ങൾ ഉറച്ചു നിൽക്കുക, നിങ്ങളുടെ വിശ്വാസം വേണം. പക്ഷെ ആ വിശ്വാസം എപ്പോഴും നല്ല വിശ്വാസമായിരിക്കണം, അല്ലാതെ മോശമായിട്ടുള്ളൊരു കാര്യത്തിനല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തീർച്ചയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉറച്ചു നിൽക്കുക. ചുറ്റുമുള്ളവർ എന്തു തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ മാറേണ്ട എന്ന് സ്വാമി പറയുന്ന ഒരു നിർദ്ദേശമാണ്. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് ഒരിക്കലും അതിൻ്റെ പക്ഷം ചേരേണ്ട കാര്യമില്ല. നമ്മൾ നമ്മളായിട്ടിരിക്കുക. ഒരാളിൻ്റെ ഒരു ഡ്രോപ്പ് കണ്ണീരെങ്കിലും മാറ്റാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സാഫല്യം. അപ്പോൾ പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ശ്രീ സായിരാം.